ഹായ് ഹലോ നമസ്കാരം. നമ്മൾ 2025 ഇലക്ഷൻ പ്രോസസ്സിലെ ആദ്യത്തെ 1 മണിക്കൂർ എങ്ങനെ നേരിടും, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊരു വീഡിയോ ആണ് കാണാൻ പോകുന്നത്. മോക്ക് പോളിൻ്റെ സമയത്ത് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം മാത്രമേ വീഡിയോയിൽ പറയുന്നുള്ളൂ. നമ്മുടെ ഇലക്ഷൻ പ്രൊസീജിയറിൻ്റെ ഫുൾ പ്രോസസ്സ് മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. ഇലക്ഷൻ്റെ തലേന്ന് തന്നെ നമ്മൾ കാര്യമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. ഇലക്ഷൻ ദിവസം രാവിലെ 6 മണിക്കാണല്ലോ മോക്ക് പോൾ ആരംഭിക്കേണ്ടത്. ഇലക്ഷൻ്റെ തലേന്ന് തന്നെ പോളിംഗ് ഏജൻറ്റുമാർ അവർക്ക് കിട്ടിയിട്ടുള്ള നിയമന കത്ത് ഹാജരാക്കേണ്ടതുണ്ട്. ഏതൊരു പോളിംഗ് ഏജൻറ്റും 10-ാം നമ്പർ ഫോറത്തിലുള്ളതും സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ഏജൻറ്റോ അദ്ദേഹത്തെ അപ്രകാരം നിയമിച്ചുകൊണ്ടുള്ളതായ നിയമന കത്ത് പ്രിസൈഡിംഗ് ഓഫീസർ മുമ്പായി ഹാജരാക്കേണ്ടതാണ്. അതിനുശേഷം അവർക്കുള്ള പാസും പ്രിസൈഡിംഗ് ഓഫീസർ നൽകേണ്ടതാണ്. ഇത് തലേന്ന് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. തലേന്ന് തന്നെ പോളിംഗ് ഏജൻറ്റ്സ് നമ്മളെ സന്ദർശിക്കുമ്പോൾ ഈ രേഖകൾ കൈമാറുക. ഈ നിയമന കത്തുകളെല്ലാം സൂക്ഷിച്ചു വെക്കേണ്ടത് ആവശ്യമാണ്. വോട്ടെടുപ്പിൻ്റെ അവസാനം അവ ഒരു കവറിലിട്ട് വരണാധികാരിക്ക് തിരിച്ചു കൊടുക്കേണ്ടത്. ഒരു സമയത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഏജൻറ്റിനെ മാത്രമേ പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ. പക്ഷേ മോക്ക് പോളിൻ്റെ സമയത്ത് വരുന്ന പോളിംഗ് ഏജൻസിനെ എല്ലാം പ്രവേശിപ്പിക്കാം. പോളിംഗ് ഏജൻസിനോട് വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് കൃത്യം 1 മണിക്കൂർ മുമ്പെങ്കിലും പോളിംഗ് സ്റ്റേഷനിൽ എത്തുവാൻ ആവശ്യപ്പെടുക. അതായത് 6 മണിക്കെങ്കിലും മോക്ക് പോൾ ആരംഭിക്കണമെങ്കിൽ 5:30-ക്കെങ്കിലും പോളിംഗ് സ്റ്റേഷനിലേക്ക് അവർ എത്താൻ ആവശ്യപ്പെടുക. പോളിംഗ് ഏജൻറ്റുമാർ ആരും വന്നില്ലെങ്കിലും 6 മണിക്ക് തന്നെ നമ്മൾ മോക്ക് പോൾ ആരംഭിച്ചിരിക്കണം. പോളിംഗ് ഏജൻറ്റുമാർ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് മോക്ക് പോൾ ചെയ്യിക്കണം. മോക്ക് പോൾ ആരംഭിച്ചതിന് ശേഷവും പോളിംഗ് ഏജൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ പുതുതായി മോക്ക് പോൾ ആരംഭിക്കേണ്ടതില്ല. തുടർന്നുള്ള നടപടികളിൽ അവരെയും പങ്കുകൊള്ളാൻ അനുവദിക്കേണ്ടതുമാണ്. ഇത് നമ്മളുടെ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയുള്ള 3 ബാലറ്റ് യൂണിറ്റുകളും ഒരു കൺട്രോൾ യൂണിറ്റുമാണ്. ഈ ബാലറ്റ് യൂണിറ്റുകളുടെ കളർ കോഡ് കണ്ടാൽ നിങ്ങൾക്ക് ഏത് വിഭാഗത്തിലേക്കുള്ള ബാലറ്റ് യൂണിറ്റുകളെന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തേതിൻ്റെ ഒരു സ്ലൈഡ് സ്വിച്ച് മുകളിലുണ്ട്. അതിന് 1 കാണിച്ചാൽ ഗ്രാമപഞ്ചായത്ത്, രണ്ടാമത്തേത് ബ്ലോക്ക് പഞ്ചായത്ത്, അതിൻ്റെ സ്ലൈഡ് സ്വിച്ച് 2-ലായിരിക്കും. മൂന്നാമത്തേത് ജില്ലാ പഞ്ചായത്ത്, അതിൻ്റെ സ്ലൈഡ് സ്വിച്ച് 3-ലായിരിക്കും. മോക്ക് പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഇത് കണക്ട് ചെയ്യുക. സീരീസ് ആയിട്ട് വേണം കണക്ട് ചെയ്യാൻ. 3-ാമത്തെ ബാലറ്റ് യൂണിറ്റിൽ നിന്ന് 2-ാമത്തേതിലേക്ക്, 2-ാമത്തെ ബാലറ്റ് യൂണിറ്റിൽ നിന്ന് 1-ാമത്തേതിലേക്ക്, അതായത് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്, ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഗ്രാമപഞ്ചായത്തിലേക്ക്, അതിൽ നിന്ന് കൺട്രോൾ യൂണിറ്റിലേക്ക്. വളരെ നിസ്സാരമായി നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. കളർ കോഡുണ്ട്. ജോയിൻ ചെയ്യേണ്ട പ്ലഗിന് ചുമന്നത് ചുമപ്പിലേക്കും കറുത്തത് കറുപ്പിലേക്കും ജോയിൻ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഈ പ്രാവശ്യം VVPAT ഇല്ല. അതുകൊണ്ട് നമ്മുടെ ജോലി കുറേയധികം കുറഞ്ഞിട്ടുണ്ട്. VVPAT നമുക്കില്ല, ഈ മെഷീൻ നമുക്കില്ല. നമ്മുടെ കൺട്രോൾ യൂണിറ്റിന്റെ മുകൾ ഭാഗം ഓൾറെഡി പിങ്ക് സീൽ ഉപയോഗിച്ച് സീൽ ചെയ്തിട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ കൺട്രോൾ യൂണിറ്റിന്റെ 2 ഭാഗമായിട്ട് തിരിക്കാം. മുകളിലത്തെ അടച്ചു വെച്ചിരിക്കുന്ന സ്ഥലം കാൻഡിഡേറ്റ് സെറ്റ് സെക്ഷൻ, അത് നമുക്ക് തുറക്കാൻ അവകാശമില്ല. താഴത്തെ റിസൾട്ട് സെക്ഷൻ മാത്രമാണ് നമുക്ക് തുറക്കാൻ കഴിയുന്നത്. നമ്മുടെ ബാലറ്റ് യൂണിറ്റിന്റെയും താഴെയുള്ള ഭാഗം പിങ്ക് സീൽ ഉപയോഗിച്ച് സീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് നമ്മുടെ കൺട്രോൾ യൂണിറ്റിന്റെ റിസൾട്ട് സെക്ഷൻ തുറക്കാം. അത് തുറക്കുമ്പോൾ നമുക്ക് അതിനുള്ളിൽ മറ്റൊരു ബോക്സും കൂടെ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് 3 ബട്ടൺസ് കാണാൻ സാധിക്കും. ക്ലോസ്, റിസൾട്ട് 1 ആൻഡ് റിസൾട്ട് 2. ഇതിൽ മോക്ക് പോളിന് ശേഷം റിസൾട്ട് 2 നമുക്ക് ആവശ്യമില്ല. റിസൾട്ട് 1 മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് ആവശ്യമുള്ളത് ക്ലോസ്, റിസൾട്ട്, അതിനുശേഷം ഉള്ളിലെ ബോക്സ് തുറക്കുമ്പോൾ ഒരു ക്ലിയർ ബട്ടണും കാണാൻ സാധിക്കും. CRC, ക്ലോസ്, റിസൾട്ട്, ക്ലിയർ. മോക്ക് പോൾ തുടങ്ങുന്നതിന് മുമ്പ് ക്ലിയർ ബട്ടൺ അമർത്തി നമ്മളുടെ EVM-ൽ ഒരു വോട്ടും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. പുറത്തുള്ള ടോട്ടൽ ബട്ടൺ അമർത്തിയാൽ EVM-ൽ കാണിക്കുന്നത് ടോട്ടൽ വോട്ട്സ് 0 എന്നായിരിക്കും. ഇനി നമുക്ക് നമ്മളുടെ കൺട്രോൾ യൂണിറ്റ് അടയ്ക്കാം. എന്നിട്ട് EVM മോക്ക് പോളിന് സജ്ജമാക്കാം. കൺട്രോൾ യൂണിറ്റിൻ്റെ ബാലറ്റ് ബട്ടൺ ഒരിക്കൽ അമർത്തിയാൽ റെഡ് ലൈറ്റ് കത്തുകയും നിങ്ങളുടെ EVM വോട്ട് രേഖപ്പെടുത്തുന്നതിന് സജ്ജമാവുകയും ചെയ്യും. പോളിംഗ് ഏജൻറ്റ്സ് വോട്ട് ചെയ്യുമ്പോൾ ഓരോ തവണയും ശക്തമായ ബീപ്പ് സൗണ്ട് കേൾക്കുന്നതാണ്.
പോളിംഗ് ഏജൻറ്റ്സ് വോട്ട് ചെയ്യുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ ഓരോ തവണയും പോളിംഗ് ഏജൻറ്റ്സ് ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ഒരു വെള്ള പേപ്പറിൽ കുറിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. എങ്കിൽ നമുക്ക് മോക്ക് പോൾ ആരംഭിക്കാം. നമ്മൾ കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ ഞെക്കുമ്പോൾ സിസ്റ്റം ബിസിയാകും, റെഡ് ലൈറ്റ് കത്തും. ബാക്കി ബാലറ്റ് യൂണിറ്റിലെല്ലാം ഗ്രീൻ ലൈറ്റും കത്തും. അതായത് ഇനി വോട്ടിങ്ങിന് സജ്ജമായി. ഓരോ മെഷീനിലും ഇപ്പോൾ ഗ്രീൻ ബട്ടൺ കത്തിയിട്ടുണ്ട്. കൺട്രോൾ യൂണിറ്റിലെ റെഡ് ലൈറ്റും കത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പോളിംഗ് ഏജൻസിനെ വോട്ട് ചെയ്യാൻ വേണ്ടി വിളിക്കാം. ഓരോ പോളിംഗ് ഏജൻറ്റും ചെയ്യുന്ന വോട്ട് ഒരു പേപ്പറിൽ കുറിച്ച് വെക്കുന്നത് നന്നായിരിക്കും. മോക്ക് പോളിന് ശേഷം ടോട്ടൽ വോട്ട്സ് ടാലി ചെയ്യുമ്പോൾ പോളിംഗ് ഏജൻറ്റ്സ് കൊടുത്തവർക്ക് തന്നെയാണ് വോട്ട് ലഭിച്ചതെന്ന് നമുക്കൊന്ന് ഉറപ്പിക്കാനും കഴിയും. അവിടെ നിൽക്കുന്ന പോളിംഗ് ഏജൻസിനോട് മതിയായ വോട്ടുകൾ ചെയ്തതിന് ശേഷം വോട്ടിംഗ് അവസാനിപ്പിക്കുക. ഇനി നമുക്ക് നമ്മുടെ മോക്ക് പോൾ ക്ലോസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേയിൽ സീരിയൽ നമ്പറൊക്കെ തെളിഞ്ഞു വരും. അനുബന്ധമായി എത്ര സ്ഥലത്തേക്കാണ് വോട്ടിംഗ് നടന്നത്, അതായത് ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അങ്ങനെ 3 സ്ഥലത്തേക്കാണ് വോട്ടിംഗ് നടന്നതെന്നുള്ള കാര്യങ്ങൾ തെളിഞ്ഞു വരും. ഓരോ വിഭാഗത്തിലേക്കും, അതായത് ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും എത്ര വോട്ടുകൾ ചെയ്തു എന്നുള്ളതും തെളിഞ്ഞു വരും. അവസാനം പോൾ ക്ലോസ്ഡ് എന്നും തെളിഞ്ഞു വരും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ തീർച്ചയായിട്ടും മോക്ക് പോളിന് ശേഷം ക്ലോസ് ചെയ്തതിന് ശേഷം റിസൾട്ട് സെക്ഷനിൽ അമർത്തണം. നേരത്തെ പറഞ്ഞതുപോലെ CRC, ക്ലോസ്, റിസൾട്ട്, ക്ലിയർ, ഈ ഒരു സീരീസ് ഓർത്തിരിക്കണം. നമുക്ക് പുതിയ മെഷീനിൽ 2 സ്വിച്ചസ് ഉണ്ട്, റിസൾട്ട് 1ഉം റിസൾട്ട് 2ഉം. നമുക്ക് റിസൾട്ട് 1 മാത്രം ഉപയോഗിച്ചാൽ മതി, റിസൾട്ട് 2 നമുക്ക് ആവശ്യമുള്ളതല്ല. പോൾ ക്ലോസ് ചെയ്താൽ ഡിസ്പ്ലേയിൽ ടോട്ടൽ പോസ്റ്റുകൾ കാണിക്കും. ഓരോ പോസ്റ്റുകളിലും എത്ര വോട്ടുകൾ ലഭിച്ചുവെന്ന് വീണ്ടും കാണിക്കുന്നതാണ്. നമ്മൾ മോക്ക് പോൾ ക്ലോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആക്ച്വൽ പോൾ ക്ലോസ് ചെയ്യുമ്പോഴോ, ആക്ച്വൽ പോൾ എന്ന് വെച്ചാൽ വൈകുന്നേരം 6 മണിക്ക് ശേഷം പോൾ ക്ലോസ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേയിൽ ടോട്ടൽ വോട്ടുകളുടെ എണ്ണം എഴുതി കാണിക്കും. അതായത് ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ചെയ്ത വോട്ടുകളുടെ എണ്ണം എഴുതി കാണിക്കും. ഇത് എഴുതി കാണിക്കുമ്പോൾ വോട്ടെടുപ്പ് സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ ഗ്രാമപഞ്ചായത്തിൽ വോട്ട് ചെയ്തിട്ട് മറ്റ് വിഭാഗത്തിൽ വോട്ട് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അതിന് വിസമ്മതിക്കുകയോ അല്ലെങ്കിൽ അബദ്ധത്തിൽ വോട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ട് പോയിട്ടുണ്ടാകാം. നമ്മൾ ആക്ച്വൽ വോട്ടിംഗ് സമയത്ത് ശ്രദ്ധിക്കണം. ആരെങ്കിലും വോട്ട് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ അവരോട് നിർബന്ധമായി വോട്ട് ചെയ്യാൻ പറയുക. എന്നിട്ടും വിസമ്മതിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ ബാലറ്റ് യൂണിറ്റിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ ബാലറ്റിൻ്റെ അവസാന ഭാഗത്ത് ഒരു എൻഡ് ബട്ടൺ ഉണ്ടാകും. അതിൽ അമർത്താൻ ഒന്നെങ്കിൽ വോട്ടറോട് നിർദ്ദേശിക്കുക. അവരതിന് വിസമ്മതിക്കുകയാണെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ നേരിട്ട് എൻഡ് ബട്ടൺ അമർത്തുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, 3 വോട്ടിംഗ് ചെയ്താൽ ഒരു പ്രശ്നമില്ല, എൻഡ് ബട്ടൺ അമർത്തുകയൊന്നും വേണ്ട. ഏതെങ്കിലും ഒരെണ്ണത്തിൽ, അതായത് ജില്ലാ പഞ്ചായത്തിലോ ബ്ലോക്ക് പഞ്ചായത്തിലോ ഗ്രാമപഞ്ചായത്തിലോ ഏതെങ്കിലും ഒരെണ്ണം വോട്ട് ചെയ്യാതെ പോവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ എൻഡ് ബട്ടൺ അമർത്താൻ നിർദ്ദേശിക്കേണ്ടതുള്ളൂ. ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ അതിനെ അണ്ടർ വോട്ടായി പരിഗണിക്കും. എന്ന് വെച്ചാൽ ഗ്രാമപഞ്ചായത്തിൽ 30 പേര് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 30 കാണിക്കും. പക്ഷേ ഒരാൾ ജില്ലാ പഞ്ചായത്തിലോ ബ്ലോക്ക് പഞ്ചായത്തിലോ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ 29 കാണിക്കും. പോൾ ക്ലോസ് ചെയ്യുമ്പോൾ ഗ്രാമപഞ്ചായത്തിൽ എത്ര വോട്ട് കിട്ടി, ജില്ലാ പഞ്ചായത്തിൽ എത്ര വോട്ട് കിട്ടി, ബ്ലോക്ക് പഞ്ചായത്തിൽ എത്ര വോട്ട് കിട്ടി എന്ന ടോട്ടൽ അവിടെ എഴുതി കാണിക്കും. അപ്പോൾ നമ്മുടെ വോട്ടേഴ്സ് രജിസ്റ്ററിലുള്ള കണക്കുമായിട്ട് ചെറിയ വ്യത്യാസം കാണും. അപ്പോൾ ഇത് പ്രിസൈഡിംഗ് ഓഫീസർ വോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വോട്ടേഴ്സ് രജിസ്റ്ററിൻ്റെ റിമാർക്ക് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും വിഭാഗത്തിൽ വോട്ട് ചെയ്യാൻ വിസമ്മതിച്ചു എന്നുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. ഇനി അത് ഇടയ്ക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാനം ക്ലോസ് ചെയ്യുമ്പോൾ ഈ അണ്ടർ വോട്ട്സ് ടോട്ടൽ വോട്ട്സ് കാണിക്കുമ്പോൾ ചെറിയ മാറ്റം കാണിക്കാം. ഇത് നമ്മൾ കുറിച്ച് 24A എന്ന ഈ ഫോം പൂരിപ്പിക്കുമ്പോൾ രേഖപ്പെടുത്തേണ്ടതാണ്. ഗ്രാമപഞ്ചായത്തിൽ കിട്ടിയ വോട്ടും നമ്മുടെ വോട്ടേഴ്സ് രജിസ്റ്ററിലുള്ള വോട്ടും സെയിം ആണെന്നോ വ്യത്യാസമുണ്ടെങ്കിൽ അത് എഴുതാനും പ്രത്യേകമായ കോളങ്ങളുണ്ട്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിലും വോട്ടേഴ്സ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ വോട്ടുകളും മെഷീനിലുള്ള വോട്ടുകളും സെയിം അല്ല എങ്കിൽ അതും രേഖപ്പെടുത്തുക. ഏതെങ്കിലും ആൾക്കാർ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ വിസമ്മതിക്കുകയോ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ അണ്ടർ വോട്ട്സ് വരുന്നത്. അല്ലെങ്കിൽ വന്ന എല്ലാവരും തന്നെ 3 ബാലറ്റിലും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വോട്ടർ രജിസ്റ്ററിലും ക്ലോസ് ചെയ്യുമ്പോൾ കാണിക്കുന്ന ടോട്ടൽ വോട്ടുകളും സെയിം ആയിരിക്കും. ഇതൊരു വലിയ പ്രശ്നമായി കാണണ്ട, ശ്രദ്ധയോടെ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ
ക്ലോസ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന പോർട്ടുകളുടെ എണ്ണം ഫോറം 24A കൃത്യമായി കാണിക്കുക. ഇനി നമ്മൾ മോക്ക് പോളിന് ശേഷം ക്ലോസ് ചെയ്തല്ലോ, തീർച്ചയായിട്ടും ക്ലിയർ ബട്ടൺ അമർത്താൻ ശ്രദ്ധിക്കുക. CRC റൂൾ ഓർക്കുക. മോക്ക് പോളിന് ശേഷം ക്ലിയർ ബട്ടൺ അമർത്തി നമ്മുടെ കൺട്രോൾ യൂണിറ്റിൽ വോട്ടുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഉറപ്പാക്കുക. ഇനി നമുക്ക് സീലിംഗിലേക്ക് ശ്രദ്ധിക്കാം. ഇലക്ഷൻ സാമഗ്രികൾ കളക്ട് ചെയ്യുമ്പോൾ റിട്ടേണിംഗ് ഓഫീസർ പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് നൽകുന്ന ഇലക്ഷൻ മെറ്റീരിയൽസിൽ ചിലതാണ് അഡ്രസ് ടാക്സ്, സ്പെഷ്യൽ ടാക്സ്, ഗ്രീൻ പേപ്പർ സീൽ, ഔട്ടർ സ്ട്രിപ്പ് സീൽ എന്നിവ. ഇവ ഓരോന്നും 5 എണ്ണം വീതമെങ്കിലും നമ്മുടെ കയ്യിൽ കാണും. നമുക്കിനി എങ്ങനെ കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്യാമെന്ന് നോക്കാം. റിസൾട്ട് സെക്ഷൻ തുറക്കുമ്പോൾ അവിടെ നിങ്ങൾ കാണാൻ സാധിക്കുന്ന ഫ്രെയിമിലൂടെ ഗ്രീൻ പേപ്പർ സീൽ ഉള്ളിലേക്ക് കയറ്റാം. ഗ്രീൻ പേപ്പർ സീലിൽ നിർബന്ധമായും പ്രിസൈഡിംഗ് ഓഫീസറുടെയും കഴിയുമെങ്കിൽ പോളിംഗ് ഏജന്റ്സിന്റെയും ഒപ്പുകൾ ശേഖരിക്കേണ്ടതാണ്. ഇവിടെ കാണുന്നത് പോലെ ഡി എന്ന ഭാഗം മുകളിൽ വരുത്തക്ക രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഫ്രെയിമിലൂടെ ഗ്രീൻ പേപ്പർ സീൽ മുകളിലേക്ക് കയറ്റാം. അതിനുശേഷം നമുക്ക് റിസൾട്ട് സെക്ഷൻ അടയ്ക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പച്ച ഭാഗം മുകളിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റിസൾട്ട് സെക്ഷനിലെ ഉള്ളിലുള്ള ലാച്ച് അടയ്ക്കുക. അതിനുശേഷം ആ ലാച്ചിന്റെ സൈഡിലുള്ള ദ്വാരത്തിലൂടെ ഒരു ടോയിൻ കയറ്റി ഒരു കെട്ടിടാം. അതിനുശേഷം ആ ടോയിനിൽ സ്പെഷ്യൽ ടാഗ് ഘടിപ്പിക്കാം. സ്പെഷ്യൽ ടാഗിൽ ഓർമ്മയിരിക്കുക, പ്രിസൈഡിംഗ് ഓഫീസറിന്റെ ഒപ്പ് നിർബന്ധമായും വേണം. അതിനുശേഷം സ്പെഷ്യൽ ടാഗിലെ കെട്ടുള്ളിടത്ത് നമുക്ക് വാക്സ് ഉപയോഗിച്ച് സീൽ ചെയ്യാം. വാക്സ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൺട്രോൾ യൂണിറ്റിൽ വാക്സ് വീഴരുത്. അതുകൊണ്ട് ഒരു കട്ടിയുള്ള പേപ്പറിന്റെ മുകളിലോ അല്ലെങ്കിൽ കാർഡ്ബോർഡിന്റെ മുകളിലോ വെച്ച് വേണം വാക്സ് വെച്ച് സീൽ ചെയ്യാൻ. ഓർമ്മയിരിക്കുക, സ്പെഷ്യൽ ടാഗ് വെക്കുമ്പോൾ ക്ലോസ് ബട്ടൺ മറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് റിസൾട്ട് സെക്ഷൻ അടയ്ക്കാം. ഈ കാണുന്നത് ഒരു അഡ്രസ് ടാഗ് ആണ്. ഇത് കൺട്രോൾ യൂണിറ്റിന്റെ അഡ്രസ് ടാഗ് ആണ്. കൺട്രോൾ യൂണിറ്റിന്റെ അഡ്രസ് ടാഗ് ആണെന്ന് ആ അഡ്രസ് ടാഗിൽ എഴുതിയിട്ടുണ്ടാകും. UC എന്നോ അഥവാ കൺട്രോൾ യൂണിറ്റ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ടാകും. അത് പൂരിപ്പിച്ചതിന് ശേഷം റിസൾട്ട് സെക്ഷന് സൈഡിലുള്ള ദ്വാരത്തിലൂടെ ഒരു നീളമുള്ള ടോയിൻ കയറ്റി അതിൽ അഡ്രസ് ടാഗും ഘടിപ്പിച്ച് വാക്സ് കൊണ്ട് സീൽ ചെയ്ത് നമുക്ക് കൺട്രോൾ യൂണിറ്റിന്റെ അടിയിൽ ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെക്കാം. നമുക്കിനി KBCയുടെ റൂൾ അനുസരിച്ച് ഔട്ടർ സ്ട്രിപ്പ് സീലും ഗ്രീൻ സ്ട്രിപ്പ് സീലും എങ്ങനെ ക്ലോസ് ചെയ്യാമെന്ന് നോക്കാം. ഔട്ടർ സ്ട്രിപ്പ് സീലിന്റെ A എന്ന് കാണുന്ന ഭാഗം നിങ്ങൾ കവിമുമായി വെക്കുക. അതിനുശേഷം നിങ്ങളുടെ വലതുവശത്തേക്ക് ഔട്ടർ സ്ട്രിപ്പ് സീല് ഫ്രീ ആയിട്ടേക്കുക. നേരത്തെ വെച്ചിരുന്ന ഗ്രീൻ പേപ്പർ സീലിന്റെ A എന്ന ഭാഗം ഔട്ടർ പേപ്പർ സ്ട്രിപ്പിന്റെ Aയിലേക്ക് ഒട്ടിച്ചു വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ പേപ്പർ സീലിന്റെ മറുഭാഗത്തുള്ള B എന്ന ലെറ്റർ കാണാം. അടുത്ത് തന്നെ സ്റ്റിക്കർ ഇളക്കിയാൽ
ഔട്ടർ സ്ട്രിപ്പ് സീലിന്റെ ഡി എന്ന ലെറ്ററും കാണാം. ഔട്ടർ സ്ട്രിപ്പ് സീലിന്റെ സ്റ്റിക്കർ ഇളക്കി ഗ്രീൻ പേപ്പറിന്റെ ബിയിലേക്ക് ഒട്ടിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഔട്ടർ സ്ട്രിപ്പ് സീലിന്റെ പുറകുവശത്ത് സി എന്ന ലെറ്റർ കാണാം. അതുകൂടാതെ മുകളിൽ ഗ്രീൻ പേപ്പറിലും സി എന്ന ലെറ്റർ കാണാം. അപ്പോൾ ഗ്രീൻ പേപ്പറിലെ സി താഴെയുള്ള ഔട്ടർ സ്ട്രിപ്പ് സീലിലെ സിയിലേക്ക് ഒട്ടിച്ചു വെക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഗ്രീൻ പേപ്പറിന്റെ മറുഭാഗത്തുള്ള ഡി ആണ്. ഇനി നമുക്ക് ഔട്ടർ സ്ട്രിപ്പ് സീല് കൺട്രോൾ യൂണിറ്റിനെ ചുറ്റി വരിഞ്ഞ് മറുവശത്തുകൂടെ തിരികെ കൊണ്ടുവന്ന് ഗ്രീൻ പേപ്പർ സീലിലെ ഡിയുമായി യോജിപ്പിക്കുക. ദാറ്റ്സ് ഓൾ. ഇത്രയുമായാൽ നമ്മളുടെ കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും ആക്ച്വൽ പോൾസിന് റെഡിയായി. ഇത്രയുമാണ് മോക്ക് പോളിന് മുമ്പ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ മോക്ക് പോൾ നടത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ N10A എന്ന ഫോം പൂരിപ്പിച്ച് പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് വാങ്ങിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇത് ഒരു ബാലറ്റ് യൂണിറ്റിന്റെ കേസിന്റെ അഡ്രസ് ടാഗാണ്. നമ്മൾ നേരത്തെ കണ്ട കൺട്രോൾ യൂണിറ്റ് അഡ്രസ് ടാഗും ബാലറ്റ് യൂണിറ്റ് അഡ്രസ് ടാഗും ആക്ച്വൽ പോൾ നടന്നതിന് ശേഷം, അതായത് ഇലക്ഷന് ശേഷം, വൈകുന്നേരം ഇലക്ഷന് ശേഷം 2 യൂണിറ്റുകളും കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും നമ്മൾ ഈ കേസുകളിലാക്കി ഈ ടാഗുകൾ വാക്സ് ഉപയോഗിച്ച് സീൽ ചെയ്തിട്ട് വേണം റിട്ടേണിംഗ് ഓഫീസറുടെ പക്കൽ കൊടുക്കാനുള്ളത്. എല്ലാവർക്കും സന്തോഷകരവും നീതിയുക്തവുമായ ഒരു ഇലക്ഷൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.